السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. സഹോദരന്മാരെ, കോവിഡ്-19 ലോകത്താകമാനം പടർന്നു പിടിക്കുകയും ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളും സമ്പൂർണമായ ലോക്ക്ഡൗൺ നടപ്പിലാക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ അവസാനിപ്പിച്ച് അൺലോക്ക് തുടങ്ങിയിരിക്കുന്ന സവിശേഷമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ആരാധനാലയങ്ങൾ തുറക്കാനുള്ള അനുവാദം അധികൃതർ നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജമാഅത്തുകൾ നിർവഹിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് മടങ്ങാൻ പറ്റുമോ ഇല്ലയോ, ഇക്കാര്യത്തെക്കുറിച്ചാണ് ഒരു ചെറിയ അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. നാം ജീവിക്കുന്ന പ്രദേശത്ത് കൊറോണ വ്യാപന സാധ്യതയുണ്ടെങ്കിൽ നമസ്കാരം വീട്ടിൽ വെച്ചു തന്നെ നിർവഹിക്കൂ. പള്ളിയിലേക്ക് മടങ്ങാൻ സമയമായിട്ടില്ല. സ്വാഭാവികമായും പ്രേക്ഷകർക്കുണ്ടാകാവുന്ന ഒരു സംശയം, കൊറോണ വ്യാപന സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ തീർച്ചപ്പെടുത്താം? കാര്യം വളരെ ലളിതമാണ്. നാം ജീവിക്കുന്ന പ്രദേശത്ത് നിലവിൽ കൊറോണ ബാധിതരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്തുകൾ നിർവഹിക്കാനായി നാം പോകാൻ ഉദ്ദേശിക്കുന്ന പള്ളിയിൽ അപരിചിതരായ ആളുകൾ വന്നു പോകുന്നുണ്ടെങ്കിൽ വ്യാപന സാധ്യതയുണ്ട് എന്ന് ഏറെക്കുറെ നമുക്ക് തീർച്ചപ്പെടുത്താം. ഏതായിരുന്നാലും ശരി, ഇതിൻ്റെ മതപരമായ വിധിയെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് അല്പം സ്ഥിതിവിവര കണക്കുകൾ കൂടി നമ്മളൊന്ന് കാണുന്നത് നന്നായിരിക്കും. രോഗവ്യാപനത്തിൻ്റെ നാൾവഴികൾ ഇപ്രകാരമാണ്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരി 30-നാണ്. പിന്നീട് രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 2-നാണ്. ഒരു മാസം കഴിഞ്ഞ് മാർച്ച് 1 ആയിത്തീരുമ്പോൾ 3 കേസുകൾ മാത്രമാണുള്ളത്. മാർച്ച് 25-ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. സമ്പൂർണമായി രാജ്യം ലോക്ക്ഡൗണിൽ അമർന്നു എന്നർത്ഥം. പിന്നീട് ഒരു മാസം കൂടി കഴിയുമ്പോൾ ഏപ്രിൽ 1-ന് 2059 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏപ്രിൽ 15-ന് വീണ്ടും ലോക്ക്ഡൗൺ നീട്ടുന്നു. മെയ് 1 ആകുമ്പോൾ അത് 37,262 കേസുകളായി. ലോക്ക്ഡൗൺ വീണ്ടും നീട്ടിക്കൊണ്ടിരുന്നു. ജൂൺ 1-ൽ 1,98,372 കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജൂൺ 1 മുതൽ അൺലോക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ലോക്ക്ഡൗൺ ക്രമാനുഗതമായി ഒഴിവാക്കുകയാണ് എന്ന് സാരം. നിലവിലുള്ള സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് കൂടി കാണാം. ഇന്ന് ജൂൺ 7 ഞായറാഴ്ച 10:52-ന് ഔദ്യോഗികമായ കണക്കനുസരിച്ച് ആകെ റിപ്പോർട്ട് ചെയ്ത പോസിറ്റീവ് കേസുകൾ 2,57,161 ആണ്. ഇപ്പോൾ നിലവിൽ പോസിറ്റീവായിട്ടുള്ളത് 1,26,157 പേരാണ്. ഇതുവരെ മരണപ്പെട്ടത് 7,206 പേരാണ്. ഇതൊക്കെ പറയുമ്പോൾ കോവിഡ് കാരണത്താൽ മരിച്ചു എന്ന് തന്നെ തീർച്ചപ്പെടുത്താൻ പറ്റുമോ എന്ന് സംശയമാണ്. ഈ 7,206 പേർ മരിക്കുമ്പോൾ അവർ COVID-19 പോസിറ്റീവായിരുന്നു, മരണകാരണം മറ്റു പലതുമാകാം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലോക്ക്ഡൗൺ നടപ്പിലാക്കിയ അതിൻ്റെ ഷെഡ്യൂൾ കൂടെ നമുക്കൊന്ന് കാണാം.
ഒന്നാം ഘട്ടം 25 മാർച്ച് മുതൽ ഏപ്രിൽ 14 വരെ. ഇത് വളരെ ചെറിയ ഒരു ഷോർട്ട് പീരിയഡിൽ ഒരു നോട്ടീസിലാണ് പെട്ടെന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അന്ന് രാജ്യത്ത് 500-ൽ താഴെ രോഗികൾ മാത്രമാണുള്ളത്. രണ്ടാം ഘട്ടം 15 ഏപ്രിൽ മുതൽ 3 മെയ് വരെ. മൂന്നാം ഘട്ടം 4 മെയ് മുതൽ 17 വരെ. നാലാം ഘട്ടം 18 മെയ് മുതൽ 31 വരെ. പിന്നെ അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോക്ക്ഡൗൺ എന്ന് പറയുന്നില്ല, അൺലോക്ക് എന്നാണ് പറയുന്നത്. അത് ജൂൺ 1 മുതൽ ജൂൺ 30 വരെയുള്ള ഈ സമയം അത് അൺലോക്കിൻ്റെ പീരിയഡാണ്. ഇപ്പോൾ രാജ്യത്ത് 2 ലക്ഷത്തോളം രോഗികൾ നിലവിലുണ്ട് എന്ന കാര്യവും നമ്മുടെ ശ്രദ്ധയിലുണ്ടാവുക. ഇങ്ങനെ രാജ്യം മൊത്തം ഒരു സമ്പൂർണമായി ലോക്ക്ഡൗൺ ചെയ്യുന്നത് അതിൻ്റെ യുക്തിയെ സംബന്ധിച്ച്, അതിൻ്റെ പ്രായോഗികതയെ സംബന്ധിച്ച്, അതിൻ്റെ ശാസ്ത്രീയതയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ്. സ്പെയിനിൽ ലോക്ക്ഡൗൺ എന്ന് തുടങ്ങി എന്നവസാനിപ്പിച്ചു, നിങ്ങൾ കാണും. ജർമ്മനിയിൽ എന്ന് തുടങ്ങി എന്നവസാനിപ്പിച്ചു. താഴെ ഇറ്റലിയിൽ എന്ന് തുടങ്ങി എന്നവസാനിപ്പിച്ചു. UK-യിൽ എന്ന് തുടങ്ങി എന്നവസാനിപ്പിച്ചു. ഇനി ഇതുമായി ഇന്ത്യയെ ഒന്ന് താരതമ്യം ചെയ്യാം. ഇന്ത്യയിൽ ലോക്ക്ഡൗൺ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ 500 താഴെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അൺലോക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെയധികം, ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വളരെ കൂടുതലാണ്. 2 ലക്ഷത്തോളം രോഗികൾ പോസിറ്റീവ്. 2 ലക്ഷത്തിലധികം, 1 ലക്ഷത്തിലധികം പേര് ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്താണ് അൺലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനം അത് അവർക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ചും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധന്മാരുടെ ഉപദേശങ്ങളനുസരിച്ചും അവരെടുക്കുന്ന തീരുമാനമാണ്. അതിനെ വിമർശിക്കുന്നില്ല. പക്ഷേ ഇതിനെ ശാസ്ത്രീയമായി നമ്മളൊരു വിശകലനം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു രാജ്യം മൊത്തമായി ലോക്ക്ഡൗൺ ചെയ്യുന്നത് പോയിന്റ് ഓഫ് ഡിബേറ്റ്, തർക്കവിധേയമാണ്. അത് ഫലപ്രാപ്തി വരുത്തുന്നില്ല എന്ന വിമർശനം കാര്യമായി തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ലഭ്യമാകുന്ന വിവരങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് മുഖേന ഉണ്ടാകുന്ന സാമൂഹിക സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ പറയേണ്ടതില്ല. എല്ലാവരും കറണ്ട് അഫയേഴ്സിൽ മതിയായ ബോധമുള്ളവരാണ്. മറ്റ് രാജ്യങ്ങളുമായി, അമേരിക്കൻ നാടുകൾ, യൂറോപ്പിലെ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ലോക്ക്ഡൗൺ ചെയ്തത് എങ്ങനെ, എപ്പോൾ അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം ചെയ്തു എന്നതുമായി ഒരു താരതമ്യം ചെയ്യുമ്പോഴും നമ്മുടെ ലോക്ക്ഡൗൺ നമുക്ക് എന്ത് നേടിത്തന്നു എന്നത് ഒരു വീണ്ടും വിചാരത്തിന്, തീർത്തും വീണ്ടും വിചാരം നടത്താൻ നമ്മൾ മുതിരേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രോഗം പാൻഡമിക്, മഹാമാരിയായി തീരുമ്പോൾ അത് ജനസംഖ്യയിൽ വലിയൊരു വിഭാഗത്തെ ബാധിച്ച് തന്നെയാണ് മടങ്ങിപ്പോവുക. 60-70% വരെയെങ്കിലും. രോഗം ബാധിക്കുക എന്ന് പറഞ്ഞാൽ ചിലത് സിംറ്റമാറ്റിക് ആയിരിക്കാം, ചിലത് അസിംറ്റമാറ്റിക് ആയിരിക്കാം. പ്രകടമായ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതാവാം, പ്രകടമായ രോഗലക്ഷണങ്ങൾ കാണിക്കാത്തതാവാം. അത് നീളുന്നതിന് ഇത് കാരണമായോ എന്നതും ചർച്ചയിലുള്ളൊരു വിഷയമാണ്. ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന മാർഗം ഈ രോഗം വന്നാൽ തന്നെയും അതിൻ്റെ പ്രഹരശേഷി കുറക്കുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നുള്ളതാണ്. നിലവിൽ അതിന് വാക്സിൻ ഇല്ല, ഫലപ്രദമായ മരുന്നുകളില്ല. എന്നാൽ ആയുഷ് തന്നെ ശുപാർശ ചെയ്തിട്ടുള്ള പ്രതിരോധ മരുന്നുകളുണ്ട്.
ആയുർവേദ, ഹോമിയോ പോലെയുള്ള പ്രതിരോധ മരുന്നുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഹോമിയോ പ്രതിരോധ മരുന്ന് എന്ന് പറഞ്ഞാൽ ഹോമിയോ മരുന്നുകൾ മുഴുവനും പ്രതിരോധം തന്നെയാണ്. മനുഷ്യനിലുള്ള സെൽഫ് ഹീലിംഗ് മെക്കാനിസത്തെ ഉദ്ദീപിപ്പിക്കുകയും അത് മുഖേന രോഗത്തെ മറികടക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഹോമിയോയുടെ രീതി എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെയുള്ള മാർഗങ്ങൾ അവലംബിച്ച് ഇതിൻ്റെ ഡ്യൂറേഷൻ കുറച്ചു കൊണ്ടുവരികയായിരുന്നു കുറച്ചുകൂടി പ്രായോഗികമായ നടപടി. പക്ഷെ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് നമ്മുടെ ആരോഗ്യ സംവിധാനവും അതുപോലെ തന്നെ ഭരണകർത്താക്കൾക്ക് വിദഗ്ധോപദേശം നൽകുന്നവരും അതിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. കാരണം അവരവലംബിച്ചത് ശാസ്ത്രീയമായ ചില രീതികളായിരിക്കും. ശാസ്ത്രീയ രീതികൾ എന്ന് പറയുന്നത് അത് തെറ്റാനും പിന്നെയും തെറ്റാനും പിന്നെയും തെറ്റാനും തിരുത്താനുമുള്ള വേദിയാണ് എന്ന് നമുക്കറിയാവുന്നതുമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നിരിക്കെ എങ്ങനെയാണ് മതപരമായ ഒരു കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടിയിരുന്നത്? പകർച്ചവ്യാധിയുള്ള ആളുകൾ അവരെ ഒന്നാം ഘട്ടം അതാണ്. ചില വ്യക്തികൾക്ക് ഈ രോഗം ഉണ്ടാകും. രോഗം ഉണ്ടാകുന്ന സമയത്ത് രോഗമില്ലാത്ത ആളുകളുമായി അവരെ ഇടകലരാൻ അനുവദിക്കരുത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ യൂരിദന്ന മുംറിദുൻ അലാ മുസഹ്ഹിൻ. ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. രോഗമുള്ള ആളുകൾ, രോഗമുള്ള മൃഗങ്ങൾ, അവയുടെ ഉടമകൾ രോഗമില്ലാത്ത ആരോഗ്യമുള്ള മൃഗങ്ങളുടെ അടുക്കലേക്ക് അതിനെ കൊണ്ടു ചെല്ലരുത്. അഥവാ രോഗമുള്ള ആളുകൾ രോഗമില്ലാത്ത ആളുകളുമായി ഇടകലരുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇതാണ് ആദ്യം ചെയ്യാനുള്ളത്. സത്യത്തിൽ നമ്മൾ ചെയ്തു വന്നത്, ഞാൻ വിമർശിക്കുകയല്ല, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അഥവാ 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 500-ൽ താഴെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മൊത്തം രാജ്യത്തെ ലോക്ക്ഡൗൺ ചെയ്തു. രോഗമുള്ളവരും ഇല്ലാത്തവരും ആരും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് വേണ്ടിയിരുന്നോ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീണ്ടു വിചാരം, റിട്രോസ്പെക്ഷൻ നടത്തേണ്ട സമയമാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ചിലപ്പോൾ അത് വ്യാപിച്ച് ഒരു പ്രദേശത്ത് ധാരാളം ആളുകളിൽ അതുണ്ടാവും. ആരൊക്കെ അതിൻ്റെ വാഹകരാണ്, ആരെല്ലാം അതിൻ്റെ വാഹകരല്ല എന്ന് വേർപ്പെടുത്താൻ പറ്റാത്ത വിധം നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സാമൂഹ്യ വ്യാപനം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? വളരെ മനോഹരമായ ഒരു സംഭവം ഇതിന് തെളിവായി ഇമാം ബുഖാരി തന്നെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് ചെല്ലുന്നു. സിർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് അവിടെ പകർച്ചവ്യാധിയുള്ള വിവരം ലഭിക്കുന്നത്. അങ്ങോട്ട് പോകണോ പോകണ്ടയോ എന്ന കാര്യത്തിൽ കൂടിയാലോചന നടത്തുന്നു. അവസാനം പോകണ്ട എന്ന് തീരുമാനമെടുക്കുന്നു. അപ്പോൾ ചില ആളുകൾ അതിന് വിമർശനം ഉന്നയിക്കുന്നു. അപ്പോഴാണ് അതിന് അന്തിമമായ ഒരു തീർപ്പ് എന്ന നിലയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അദ്ദേഹം അപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഇൻദി ഫി ഹാദാ ഇൽമൻ, ഇക്കാര്യത്തിൽ എൻ്റെ അടുക്കൽ ഒരു പ്രമാണരേഖയുണ്ട്. എന്താണത്? സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദാ സമഅതും ബിഹി ബിഅർളിൻ ഫലാ തഖ്ദമു അലൈഹി, അങ്ങനെയുള്ള ഒരു പകർച്ചവ്യാധി ഒരു പ്രദേശത്തുണ്ട് എന്ന് നിങ്ങൾ കേട്ടാൽ ആ പ്രദേശത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുത്. വൈദാ വഖാ ബിഅർളിൻ വഅൻതും ബിഹാ, നിങ്ങൾ ഒരു പ്രദേശത്തുള്ളപ്പോൾ ആ പ്രദേശത്ത് ആ വ്യാധി, പകർച്ചവ്യാധി സംഭവിച്ചു കഴിഞ്ഞാൽ ഫലാ തഖ്റുജു ഫിറാറൻ മിൻ, ആ നാട്ടിൽ നിന്ന്, ആ പ്രദേശത്തു നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് പുറത്തു പോവുകയും ചെയ്യരുത്. ഇവിടെയൊക്കെ ഒരു പ്രദേശമാണ്, അല്ലാതെ ഇന്നത്തെ പൊളിറ്റിക്കൽ മാപ്പിലുള്ള ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യമല്ല. അങ്ങനെ ഒരു രാജ്യത്ത്
ഏതാനും വ്യക്തികൾക്ക് രോഗം ഉണ്ടാകുന്ന സമയത്ത് ഒന്നിച്ച് ലോക്ക്ഡൗൺ ചെയ്താൽ അതിൻ്റെ ഫലപ്രാപ്തി എന്തായിരിക്കും, അതിൻ്റെ വിപരീത ഫലങ്ങൾ എന്തായിരിക്കും, അത് ചിന്തിക്കാനും വിലയിരുത്താനുമുള്ള ഒരു അവസരം കൂടിയാണിത്. ഏതായിരുന്നാലും ഇസ്ലാം മതത്തിലുള്ള കൽപ്പനകൾ ഇപ്രകാരമൊക്കെയാണ് പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗൗരവപൂർവ്വം ഇപ്പോൾ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ ഒക്കെ ആരാധനാലയങ്ങൾ തുറക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. ആ അനുവാദം മുൻനിർത്തി ജുമാ നമസ്കരിക്കുന്നതിന് വേണ്ടി, ജമാഅത്തുകൾ നിർവഹിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് തിരിച്ചു പോകാൻ സമയമായോ? ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഒരു മനുഷ്യന് ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത, അനിവാര്യമായും അവൻ സംരക്ഷിച്ചു നിർത്തേണ്ടതായ ചില സംഗ്രഹങ്ങളുണ്ട്. 5 or 6 സംഗ്രഹങ്ങൾ. അതവൻ സംരക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാശത്തിൽ അവൻ അകപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തിന്റെ ഗൗരവമുണർത്തി, വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വത്ത് വ്യയം ചെയ്യണം. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത്. വഅഹ്സിനു, നിങ്ങളുടെ വഴി പൂർണ്ണതയുടേതാണ്, സൂക്ഷ്മതയുടേതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, പൂർണ്ണത കൈവരിക്കുന്ന, കുറ്റമറ്റ മാർഗം അവലംബിക്കുന്ന മുഹ്സിനീങ്ങളെയാണ് അല്ലാഹു സ്നേഹിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം നമ്മുടെ നിലനിൽപ്പിനു വേണ്ടി സംരക്ഷിക്കേണ്ടതായ സംഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ദീനിന് പരിക്ക് സംഭവിക്കാൻ പാടില്ല. അന്നഫ്സ്, നമ്മുടെ സ്വത്വത്തിന്, നമ്മുടെ ശരീരത്തിന്. അൽ അഖ്ൽ, നമ്മുടെ ബുദ്ധിക്ക്. അൽ മാൽ, നമ്മുടെ ധനത്തിന്. അൽ ഇർദു വൻ നസ്ൽ, നമ്മുടെ അഭിമാനത്തിന്, നമ്മുടെ വംശപരമ്പര, നമ്മുടെ പ്രജനനത്തിന്, നമ്മുടെ വംശാവലി തുടരേണ്ടതുണ്ട്. ഇതെല്ലാം സംരക്ഷിച്ച് നിർത്തേണ്ട ചില സംഗ്രഹങ്ങളാണ് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 6 കാര്യങ്ങൾ. അത് സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക എന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ മൗലിക താൽപ്പര്യങ്ങളിലും ലക്ഷ്യങ്ങളിലും പെട്ടതാണ്. ഇത് നിദാനശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സവിശദം പ്രതിപാദിച്ചിട്ടുള്ള വിഷയമാണ്. ലജ്നയുടെ ഫത്വയിൽ ഈ കാര്യം ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ അത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾ അവർക്ക് പരിശോധിക്കാവുന്ന കാര്യമാണ്. അതിനാൽ ഈ സമയത്ത് നമ്മുടെ ദീനിന് പരിക്കില്ലാതെ സംരക്ഷിക്കാൻ, നമ്മുടെ ശരീരത്തിന്, നഫ്സിന് പരിക്കില്ലാതെ സംരക്ഷിക്കാൻ, ബുദ്ധിക്ക് പരിക്കില്ലാതെ സംരക്ഷിക്കാൻ, ധനം പരിക്കില്ലാതെ സംരക്ഷിക്കാൻ, അഭിമാനവും നമ്മുടെ വംശാവലിയും നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതിന് പരിക്ക് പറ്റുന്ന വിധത്തിൽ വൈകാരികതയുടെ പിന്നിൽ പോയി മറ്റുള്ളവരൊക്കെ തുറക്കുന്നു, നമ്മളും തുറക്കണം എന്ന് അസമയത്ത് ആവശ്യപ്പെടുകയും എന്നിട്ട് അനുവാദങ്ങൾ നേടിയെടുക്കുകയും എന്നിട്ട് പള്ളിയിലേക്ക് ആരാധനകൾക്ക് വേണ്ടി, നമസ്കാരങ്ങൾക്ക് വേണ്ടി, 5 നേരത്തെ നിർബന്ധമായ ജമാഅത്തുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ജുമുഅയ്ക്ക് വേണ്ടി പോകേണ്ടതുണ്ടോ? അത് പോകാൻ നമ്മൾ മുതിർന്നാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വ്യാപന സാധ്യതയുണ്ടെങ്കിൽ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ വീടുകളിൽ വെച്ച് തന്നെ നമസ്കരിക്കണം, പള്ളിയിൽ പോകരുത്. വ്യാപന സാധ്യതയില്ല എന്നുറപ്പായതിന് ശേഷമാണ് പള്ളി തുറന്നു പ്രവർത്തിക്കേണ്ടത്. ഈ ഒരു ഇളവ് അള്ളാഹുവിൻ്റെ ദീനിൽ, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സാവകാശം നൽകപ്പെടുന്ന, സ്വാതന്ത്ര്യം നൽകപ്പെടുന്ന സ്വാഭാവിക ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും പള്ളിയിൽ പോയിട്ട് വേണം 5 നേരം നമസ്കരിക്കാൻ, ജുമുഅ നിർവഹിക്കാൻ. പക്ഷേ ഇത് അസാധാരണമായ സാഹചര്യമാണ്. ഹാല ഇൽത്തിറാരിയ, അസാധാരണമായ സാഹചര്യങ്ങളിൽ കുറെ റുഖ്സകൾ അള്ളാഹു നമുക്ക് നൽകും, ഇളവുകൾ നൽകും. ആ ഇളവുകൾ സ്വീകരിക്കണം. അള്ളാഹു പറയുന്നത് നോക്കൂ, ഫത്തഖുല്ലാഹ മസ്തതഅ്തും, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. മസ്തതഅ്തും, നിങ്ങളുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സാധിക്കുന്നത്ര. ഇവിടെ നമ്മൾ തീവ്ര വൈകാരികതയുടെ പിറകിൽ പോയി
അസമയത്ത് പള്ളി തുറക്കാൻ ആവശ്യപ്പെട്ട് അവിടെ ജുമാകളും ജമാഅത്തുകളും സംഘടിപ്പിച്ചാൽ നേരത്തെ പറഞ്ഞ ആ സംഗ്രഹങ്ങളെ തന്നെ ബാധിക്കും, കുല്ലിയാത്തിനെ തന്നെ ബാധിക്കും, നശിക്കുന്നതിന് കാരണമാകും. മറിച്ച് അത് നിങ്ങളുടെ കഴിവിനപ്പുറമാണ്. നിങ്ങളോട് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ കഴിവിൽപ്പെട്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക. വസ്മഉ വഅതിഉ, നിങ്ങൾ കേൾക്കുവീൻ, അനുസരിക്കുവീൻ. വഅൻഫിഖു, നിങ്ങൾ ചിലവഴിക്കുവീൻ. അതാണ് ഖൈറൻ ലി അൻഫുസിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി, ഏതൊരാൾ തൻ്റെ ആത്മാവിൻ്റെ സങ്കുചിതത്വം അതിനെ സൂക്ഷിച്ചുവോ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അത് ഒഴിവാക്കി അതിനെ സൂക്ഷിച്ച് മാറി ഇത്തരം സങ്കുചിതമായ, പലപ്പോഴും അവർ തുറന്നില്ലേ, ഇവർ തുറന്നില്ലേ, അങ്ങനെയായില്ലേ, ഇങ്ങനെയായില്ലേ എന്നതൊക്കെ ഇടുങ്ങിയ മനസ്സിൻ്റെ സങ്കുചിതത്വങ്ങളാണ്. ആ സങ്കുചിതത്വങ്ങളെ നമ്മൾ മാറ്റി നിർത്തി അതിനെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ മാത്രമാണ് ഇഹപര വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി ഇക്കാര്യം വ്യക്തമാക്കി. ദഊനി മാ തറക്തുക്കും ഇന്നമാ ഹലക മൻ കാന ഖബലകും ബിസുആലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം. ഞാൻ നിങ്ങൾ പറയാതെ വിട്ടേച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ നിങ്ങൾ കുത്തിച്ചോദിക്കാൻ വരരുത്, നിങ്ങൾ എന്നെ ഒഴിവാക്കിയേക്കണം. നിങ്ങൾക്ക് മുമ്പുള്ള പല വിഭാഗങ്ങളും നശിച്ചു പോയത് അനാവശ്യമായ ഒരുപാട് വിഡ്ഢിച്ചോദ്യങ്ങൾ ചോദിക്കും. വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, അവരിലേക്ക് നിയുക്തരായിട്ടുള്ള പ്രവാചകന്മാരോട്, നബിമാരോട് അവർ എതിർക്കും, അവർ പറഞ്ഞതിന് എതിര് ചെയ്യും. അതിനാൽ നിങ്ങൾ കൈക്കൊള്ളേണ്ട നിലപാട് ഫൈദാ നഹൈതുക്കും അൻ ശൈഇൻ ഫജ്തനിബു, ഒരു കാര്യം ഞാൻ വിലക്കിയാൽ അത് നിങ്ങൾ വർജിക്കുക. വൈദാ അമർത്തുക്കും ബിഅംരിൻ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ കൽപ്പിച്ചാൽ ഫഅ്തു മിൻഹു മസ്തതഅ്തും, ആ കാര്യം നിങ്ങൾക്ക് സാധിക്കുന്നത്ര ചെയ്യാം. നിസ്കരിക്കണം, നമുക്ക് വീട്ടിൽ നിസ്കരിക്കാം, ജമാഅത്തായി നിസ്കരിക്കണം, വീട്ടുകാരെ കൂട്ടിയിട്ട് ജമാഅത്തായി നമസ്കരിക്കാം, പള്ളിയിലെ ജമാഅത്തിന് വേണ്ടി പോകണം. അതിപ്പോൾ നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. കാരണം നമ്മൾ അനിവാര്യമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിധം സംരക്ഷിച്ചു നിർത്തേണ്ട സംഗ്രഹങ്ങളെ അത് ബാധിക്കും, അത് മുടിക്കും എന്നത് തന്നെ കാര്യം. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇളവ് നൽകിയാൽ അത് സ്വീകരിക്കുന്നതാണ് ഗുണകരം. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു നമ്മെ പരീക്ഷിക്കാനാണ് ഈ കാര്യങ്ങൾ, അതല്ലാതെ നമ്മെ ബുദ്ധിമുട്ടിക്കാനല്ല. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുഖദ ബിറുഖസിഹി കമാ യക്റഹു അൻ തുഅത മഅസിയതു. അള്ളാഹു ഇളവുകൾ നൽകിയാൽ അത് നിങ്ങൾ സ്വീകരിക്കുന്നതാണ് അവന് ഇഷ്ടം, വേണ്ടെന്ന് വെക്കുന്നതല്ല. കമാ യക്റഹു അൻ തുഅത മഅസിയതു, അവനെ നിങ്ങൾ ധിക്കരിക്കുന്നത് അവന് വെറുപ്പാണ്. അതേപോലെ അവൻ നൽകിയ ഇളവുകൾ നിങ്ങൾ വരിക്കുന്നത്, സ്വീകരിക്കുന്നത് അവനേറെ ഇഷ്ടവുമാണ്. ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസാണ്. അത് തഹ്ഖീഖ് ചെയ്യുമ്പോൾ സ്വീകാര്യമായ ഹദീസാണ് എന്ന് അല്ലാമത്തുൽ അൽബാനി രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ പാത പിന്തുടരുന്ന സുന്നത്തിൻ്റെ ഒരു വക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവൻ ആടിയുലയില്ല. അസ്സുന്നിയു സാബിത്, ഒരു സുന്നി, അഹ്ലുസുന്നയുടെ വക്താവ്, അവൻ ഉറച്ചു നിൽക്കുന്നവനാണ്. ഏത് കൊടുങ്കാറ്റിലും, അത് സീവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം, കൊറോണ വൈറസ് 2, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന COVID-19 എന്നുള്ള രോഗമോ അതിലും വലുതോ അതിലും ചെറുതോ, ഇതിൻ്റെ മുന്നിലൊന്നും പതറുന്നവനല്ല ഒരു സുന്നി, പതറുന്നവനല്ല സുന്നയുടെ വക്താവ്. കാരണം അവൻ്റെ അടിസ്ഥാന വികാരം, അവൻ്റെ അടിസ്ഥാന വിശ്വാസം, അവൻ്റെ അടിസ്ഥാന ബോധ്യം ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു മുൻകൂട്ടി നിർണയിച്ചിട്ടുള്ള, രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യം മാത്രമേ എന്നെ ബാധിക്കൂ. അങ്ങനെ മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുള്ള, മുൻനിർണയം ചെയ്തിട്ടുള്ള കാര്യം അതാർക്കും തട്ടിമാറ്റാനോ സാധ്യമല്ല. ഹുവ മൗലാന, അവനാണ് നമ്മുടെ രക്ഷകൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതിനാൽ അവനിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കട്ടെ, വിശ്വാസികൾ എല്ലാം അവനിൽ ഭരമേൽപ്പിക്കട്ടെ.